പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സാപ്പിൽ വന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ് കേട്ടോ. ഇത് കുറച്ചു നാളായി ഈ അപ്ഡേറ്റ് വന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് സുഹൃത്തുക്കൾക്കെല്ലാം കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ എന്റെ ഫോണിൽ ഈ അപ്ഡേറ്റ് വന്നത് ഈ അടുത്ത കാലത്താണ് കേട്ടോ. അതാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. മുമ്പ് അപ്ഡേറ്റ് ലഭിച്ചിട്ടുള്ളവർ അറിയാമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. അറിയാത്ത സുഹൃത്തുക്കൾ വീഡിയോ മുഴുവനായി കാണുക. എന്തായാലും വളരെ ഉപകാരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണിത്. അപ്ഡേറ്റ് എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് ആ അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ചാറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ഒരു ചാറ്റ് ഇങ്ങനെ അതിനുവേണ്ടി ഞാൻ എടുക്കുകയാണ്. ചാറ്റ് നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും, ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ പുതിയതായിട്ടൊരു ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും. ചാറ്റ് തീം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ചാറ്റ് തീം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ വന്ന ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ. ഇതിൽ നമുക്ക് പല പല തീമുകൾ ഇതുപോലെ കൊടുക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു തീം കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ തീം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പല പല കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കണ്ടോ. ലോയിലാക്കാം, ഹൈയിൽ കൊടുക്കാം. അതുപോലെ അതിനുശേഷം അത് മാത്രമല്ല, നമുക്കിവിടെ ഈ കളറിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലെ ടെക്സ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് പല പല കളറാക്കി മാറ്റാം. നമുക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പല പല കളറിലേക്ക് മാറ്റാം എന്നുള്ളതാണ് കണ്ടോ. ഇതുപോലെ നമ്മൾ ചാറ്റ് ചെയ്യുന്ന ടെക്സ്റ്റിന്റെ ആ കളറാണ് ഇതുപോലെ മാറി വരുന്നത്. അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതാട്ടോ, ഒരുപാട് കളറുകൾ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാം എന്നുള്ളതാണ്. ഒരുപാട് തീമുകൾ ഇതുപോലെ ഉണ്ട് കേട്ടോ. നമുക്ക് ഏത് വേണോ കൊടുക്കാവുന്നതാണ്. ഇവിടെ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ വരും. നമ്മൾ എന്ത് ചെയ്യണം, ഇത് സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ തീം അവിടെ ആയത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാ കണ്ടോ, ഇതുപോലെ കൊടുത്തില്ല. ഒരു ചാറ്റിലാണ് നമ്മൾ ഇതുപോലെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്കിത് മുഴുവനായിട്ട് നമ്മുടെ വാട്സപ്പിലെ എല്ലാ ചാനലിലും ഇതുപോലെ നമുക്ക് തീം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം നമ്മൾ നേരെ ചാറ്റിലേക്ക് പോവുക. അവിടെ നമുക്ക് ഡിഫാൾട്ട് തീം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു തീം നമ്മുടെ എല്ലാ ചാറ്റിനും കൊടുക്കാം. ഇതുപോലെ ഞാനിപ്പോൾ ഇത് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും എല്ലാ ചാറ്റിനും നമുക്ക് ഇങ്ങനെ ഡിഫാൾട്ടായിട്ട് ഒരുമിച്ച് ചാറ്റ് കൊടുക്കാം. ഇല്ല, നമുക്ക് ഓരോന്നായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഒരേ രീതിയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആ ചാറ്റിലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഈ ചാറ്റ് തീം എടുത്തതിന് ശേഷം വാൾപേപ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ തീം എന്നുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ ഇത്രയും സെഗ്മെന്റോട് കൂടി വന്നത് പുതിയൊരു അപ്ഡേറ്റ് ആണ്. എന്തായാലും നിങ്ങൾ ഈ അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ വാട്സപ്പ് ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അപ്ഡേറ്റ് ലഭിക്കും. എന്തായാലും മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. ചോയ്സ്.